ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ഫോർ പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ റെയിൽവേ വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുവാണെങ്കിൽ 9/8/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ 10/9/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ 8/9/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് പറയുന്നത് 10/9/2025 എന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എററൊക്കെ മോഡിഫൈ ചെയ്യണമെങ്കിൽ 11 to 20 വരെ അവർ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും ഓർത്തിരിക്കാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതൊക്കെ വേക്കൻസിയാണ്, എത്രയാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത്, അതോടൊപ്പം ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് നോക്കുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടാണ്. ഇതെല്ലാം പേ ലെവൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ പേ ലെവൽ 7 ആണ്. 40,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് ഓർത്തിരിക്കുക. 20 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 272 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഡയാലിസിസ് ടെക്നീഷ്യൻ നോക്കുവാണെങ്കിൽ 4 വേക്കൻസിയാണ്. 20 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ടോട്ടൽ വിളിച്ചിരിക്കുന്നത് 434 വേക്കൻസിയാണ് ഇപ്പോൾ ടോട്ടൽ വിളിച്ചിരിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. സോ ഇവിടെ പറയുന്നുണ്ട് ഫൈനൽ റിസൾട്ട് നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്നവരാണെങ്കിലും അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നിവിടെ പറയുന്നത്. കാൻഡിഡേറ്റ് വെയിറ്റ് ഫോർ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ഓർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 1/1/2026 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. സോ അതിന് മുമ്പ് ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നോക്കുക. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഓരോന്നിൻ്റെയും അതിൻ്റേതായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേഷൻ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. അതോടൊപ്പം തന്നെ SC/ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, അങ്ങനെ ഓരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ എക്സാമിനേഷൻ ഫീസ് വരുന്നത് SC/ST എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ EBS കാൻഡിഡേറ്റിനൊക്കെ വെറും 250 രൂപ എക്സാമിനേഷൻ ഫീ ഉള്ളൂ. ഈ 250 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 250 നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം ബാക്കി വരുന്ന മെയിൽ കാൻഡിഡേറ്റിനൊക്കെ 500 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആദ്യം. അത് 90 മിനിറ്റ് ആയിരിക്കും എക്സാമിൻ്റെ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. അത് 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളതെന്ന് ഓർത്തിരിക്കാവുന്നതാണ്. സോ ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലബസ് എല്ലാം, ജസ്റ്റ് നോക്കുക. സോ CBT ബേസ്ഡ് എക്സാമിനാണെങ്കിൽ നിങ്ങൾക്ക് റോങ് ആൻസറിന് നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആദ്യം ഒത്തിരി CBT ബേസ്ഡ് എക്സാമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും വിളിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഓരോന്നിന് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേഴ്സിംഗ് സൂപ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ് 3 years കോഴ്സ് ഇൻ ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ മിഡ് വൈഫറി ഫ്രം സ്കൂൾ ഓഫ് നേഴ്സിംഗിനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള റെക്കഗ്നൈസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ BSc നേഴ്സിംഗ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. രണ്ടാമത് ഡയാലിസിസ് ടെക്നീഷ്യൻ നോക്കുവാണെങ്കിൽ BSc പ്ലസ് നിങ്ങൾക്ക് BSc ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കാം ഹീമോ ഡയാലിസിസിൽ, അല്ലെങ്കിൽ 2 years സാറ്റിസ്ഫാക്ടറി ഇൻ ഹൗസ് ട്രെയിനിങ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഹീമോ ഡയാലിസിസ് വർക്ക് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിൽ BSc ഉണ്ടായിരിക്കണം. അതിൽ കെമിസ്ട്രി ആയിരിക്കണം നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കേണ്ടത്. അതോടൊപ്പം പറയുന്നുണ്ട് ഓപ്ഷൻ സബ്ജക്റ്റ് എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വൈൽ അണ്ടർടേക്കിംഗ് ദ കോഴ്സ് എന്ന് പറയുന്നുണ്ട്. പ്ലസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1 year ഡിപ്ലോമ ഇൻ ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടറിൽ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ പിന്നീട് വിളിച്ചിരുന്ന ഫാർമസിസ്റ്റ് ഗ്രേഡ് എൻട്രി പോസ്റ്റാണ്. സോ +2 സയൻസ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഫാർമസിയിൽ നിന്നും പറയുന്നുണ്ട്. സോ അല്ലാതുള്ള ബേസിസ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യനാണ് വിളിച്ചിരിക്കുന്നത്. +2 വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അതോടൊപ്പം തന്നെ നിങ്ങൾ ഡിപ്ലോമ ഉണ്ടായിരിക്കണം റേഡിയോഗ്രാഫിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജിയിൽ. അതോടെ 2 years കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പം അല്ലാതെ നിങ്ങൾ ഇതിൽ പറഞ്ഞതിന് ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ട് പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ECG ടെക്നീഷ്യൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് +2 ഉള്ളവർക്കും, അതോടൊപ്പം തന്നെ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഹാവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ECG ലബോറട്ടറി ടെക്നോളജി. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങളിപ്പോൾ സാറ്റിസ്ഫാക്ടറി ചെയ്യുന്നവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. സോ അതിനകത്ത് നോക്കുകയാണെങ്കിൽ +2 ഇൻ സയൻസ് പഠിക്കണം, പ്ലസ് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അങ്ങനെ പറയുന്ന അലൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചസിലുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഇത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക്
ട്രിവാൻഡ്രത്തിന് വേക്കൻസി വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ അടുത്തൊരു സോണാണ് ചെന്നൈ. അപ്പോൾ ചെന്നൈ ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ 67 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇത് സതേൺ റീജിയൻ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ താഴെ ഒരു പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 8/9 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.